നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വാട്ട് ഈസ് ആൻ ഇൻഡിഫറൻസ് കർവ്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ്, അത്തരം കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ബജറ്റ് ലൈൻ, വാട്ട് ആർ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും രണ്ട് ടൂൾസ് ആണ്. കൺസ്യൂമറുടെ ഇൻകം കാണിക്കുന്ന ടൂളാണ് ബജറ്റ് ലൈൻ, കൺസ്യൂമറുടെ പ്രിഫറൻസസ് കാണിക്കുന്ന ടൂളാണ് ഇൻഡിഫറൻസ് കർവ്. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം അല്ലെ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പോയിന്റ്, കൺസ്യൂമറുടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് നിശ്ചയിക്കും. കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം നമ്മൾ ഇതുവരെ പഠിച്ച ഈ മൈക്രോ എക്കണോമിക്സിലെ ഇൻഡിഫറൻസ് കർവിന്റെയും നമ്മൾ ഇതുവരെ പഠിച്ച ഇൻഡിഫറൻസ് കർവിന്റെയും ബജറ്റ് ലൈനിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് കൺസ്യൂമറുടെ ഒപ്റ്റിമത്തിൽ എത്തിച്ചേരുക, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റിൽ എത്തിച്ചേരുക, കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം ലെവലിൽ എത്തിച്ചേരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവ് പഠിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്, കൺസ്യൂമറുടെ പ്രിഫറൻസ് കാണിക്കാൻ. നമ്മൾ ബജറ്റ് ലൈൻ പഠിച്ചത് കൺസ്യൂമറുടെ കപ്പാസിറ്റി, കൺസ്യൂമറുടെ വാങ്ങാനുള്ള കഴിവ്. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യണം. ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനൂടെ കമ്പൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തിൽ എത്തിച്ചേരാം? കൺസ്യൂമേഴ്സ് ഒപ്റ്റിമത്തിൽ എത്തിച്ചേരാം, കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പോയിന്റ് എത്തിച്ചേരാം. കൺസ്യൂമറുടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഏത് ലെവൽ ഓഫ് കൺസംഷൻ ലെവലിലാണ്, ഏത് ലെവൽ ഓഫ് ഇൻകത്തിലാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്, കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ. The budget set, as we know, consists of all the bundles that are available to the consumer. കൺസ്യൂമറിന് ലഭ്യമായിട്ടുള്ള ബണ്ടിൽസ് എല്ലാം കൂടി ചേരുന്നതാണ് നമ്മൾ പഠിച്ച ബജറ്റ് സെറ്റ്. നമ്മളുടെ ഉദാഹരണം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ആ എക്സാമ്പിൾ അനുസരിച്ച് there are 15 bundles in the budget set. Budget set consists of all bundles that are available to the consumer. കൺസ്യൂമറിന് ലഭ്യമായിട്ടുള്ള ബണ്ടിൽസ് എല്ലാം കൂടി ആണ് ഏതെന്ന് പറയുന്നത്? ബജറ്റ് സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ദ കൺസ്യൂമർ ക്യാൻ ചൂസ് ഹർ കൺസംഷൻ ബണ്ടിൽ ഫ്രം ദ ബജറ്റ് സെറ്റ്. ഈ ബജറ്റ് സെറ്റിൽ നിന്ന് കൺസ്യൂമറിന് ഇഷ്ടമുള്ള ഒരു ബണ്ടിൽ എടുക്കാം. ദാറ്റ് ഈസ് ഹർ കൺസംഷൻ ബണ്ടിൽ, അല്ലെ? കൺസ്യൂമറിന് ദർ ആർ മെനി ബണ്ടിൽസ് അവൈലബിൾ. ആ ബണ്ടിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബജറ്റ് സെറ്റ്. ആ ബജറ്റ് സെറ്റിൽ നിന്ന് ഒരു ബണ്ടിൽ കൺസ്യൂമറിന് തിരഞ്ഞെടുക്കാം. ആ ബണ്ടിലാണ് ഹർ കൺസംഷൻ ബണ്ടിൽ. ആ ബണ്ടിലാണ് കൺസ്യൂമറുടെ കൺസംഷൻ ബണ്ടിൽ എന്ന് പറയും. ദ കൺസ്യൂമർ ചൂസസ് ഹർ കൺസംഷൻ ബണ്ടിൽ ഓൺ ദ ബേസിസ് ഓഫ് ഹർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓവർ ദ അവൈലബിൾ ബണ്ടിൽസ് ഇൻ ദ ബജറ്റ് സെറ്റ്. അപ്പൊ ബജറ്റ് സെറ്റിൽ ലഭ്യമായിട്ടുള്ള ബണ്ടിൽസ് അയാളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ച് തിരഞ്ഞെടുക്കുകയാണ് കൺസ്യൂമർ ചെയ്യുന്നത്. The consumer has well-defined preferences over the available bundles. കൺസ്യൂമറിന് നമ്മൾ പറഞ്ഞു 15 ബണ്ടിൽസ് അവൈലബിൾ ആണ്. 15 ബണ്ടിൽസ് കൺസിസ്റ്റിംഗ് ഓഫ് ബനാനാസ് ആൻഡ് മാംഗോസ് ആർ അവൈലബിൾ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 15 ബണ്ടിൽസിനെ കുറിച്ചെല്ലാം കൺസ്യൂമറിന് നന്നായിട്ട് അറിയും. കൺസ്യൂമർ ഹാസ് well-defined preferences over all the available bundles in the budget set. ഈ ബജറ്റ് സെറ്റിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ബണ്ടിലുകളെ കുറിച്ചും കൺസ്യൂമറിന് കൃത്യമായ ധാരണയുണ്ട്. അതുതന്നെയല്ല, കൃത്യമായ ഇഷ്ടാനിഷ്ടങ്ങളുമുണ്ട്. വെൽ ഡിഫൈൻഡ് പ്രിഫറൻസസ് ഉണ്ട്, കൃത്യമായ ഇഷ്ടമുണ്ട്. ഈ ബണ്ടിലിൽ ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ആർക്ക് വ്യക്തമായിട്ട് അറിയാം? കൺസ്യൂമറിന് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഷീ ക്യാൻ റാങ്ക് ദ അവൈലബിൾ ബണ്ടിൽസ്. ഈ 15 ബണ്ടിൽസിനെയും റാങ്ക് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? കൺസ്യൂമറിനെ കൊണ്ട് പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബണ്ടിൽ ഇതാണ്, അതിനേക്കാൾ ഇഷ്ടം കുറഞ്ഞ ഇതാ എന്ന് പറഞ്ഞ് എല്ലാ ബണ്ടിൽസിനെയും റാങ്ക് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? കൺസ്യൂമറിനെ കൊണ്ട് പറ്റും. ഷീ ക്യാൻ റാങ്ക് ദ അവൈലബിൾ ബണ്ടിൽസ്. ഷീ ക്യാൻ റാങ്ക് ദ അവൈലബിൾ ബണ്ടിൽസ് അക്കോർഡിംഗ് ടു ഹർ പ്രിഫറൻസസ്. തന്റെ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് എല്ലാ ബണ്ടിലുകളെയും റാങ്ക് ചെയ്യാൻ കൺസ്യൂമറിന് സാധിക്കും. നമ്മുടെ ഉദാഹരണം അനുസരിച്ച് 15 ബണ്ടിൽസ് ആണുള്ളത്. ഈ 15 ബണ്ടിൽസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ കൺസ്യൂമറിന് സാധിക്കും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അല്ലെ ഇതാണ് എനിക്ക് ഇഷ്ടം കുറവുള്ളത്, അല്ലെങ്കിൽ താരതമ്യം ചെയ്യും, ഇതാണ് നല്ല ബണ്ടിൽ, ഇതാണ് മോശം ബണ്ടിൽ എന്ന് കമ്പയർ ചെയ്യാൻ നമ്മുടെ കൺസ്യൂമറിന് സാധിക്കും. ഷി ക്യാൻ കമ്പയർ എനി ടു ബണ്ടിൽസ്.
between any two bundles, she either prefers one to the other or she is indifferent to the two. ഇപ്പൊ ഈ ബണ്ടിലുകളെല്ലാം ഉണ്ടെങ്കിൽ കൺസ്യൂമർ ഈ ബണ്ടിലുകളെ താരതമ്യം ചെയ്യും. രണ്ട് ബണ്ടിലുകളിൽ ഇതാണ് നല്ലത്, ഇതാണ് മോശം എന്ന് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ കൺസ്യൂമറിന് പറയാൻ പറ്റും എനിക്ക് രണ്ട് ബണ്ടിലും ഒരേപോലെയാണ് ഇഷ്ടം. ഷീ ഈസ് ഇൻഡിഫറൻറ്റ്. ഇതും ഈ ബണ്ടിലും എനിക്ക് ഒരേപോലെ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ വേണമെങ്കിലും കൺസ്യൂമർ പറയാം. ഈ രണ്ട് ബണ്ടിലുകളിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബണ്ടില്, ഇതാണ് എനിക്ക് ഇഷ്ടം കുറവുള്ള ബണ്ടില് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ രണ്ട് ബണ്ടിലും ഒരേപോലെ ഇഷ്ടമാണെങ്കിൽ കൺസ്യൂമറിന് അങ്ങനെയും പറയാം. ദാറ്റ് ഷീ ക്യാൻ ബി ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ദീസ് ബണ്ടിൽസ്. കൺസ്യൂമറുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഈസ് എ റാഷണൽ ഇൻഡിവിജ്വൽ. കൺസ്യൂമർ ഈസ് എ റാഷണൽ ഇൻഡിവിജ്വൽ. റാഷണൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ യുക്തിയുള്ളയാളാണ്. യുക്തിയുള്ള കൺസ്യൂമറുടെ പ്രത്യേകത എന്തായിരിക്കും? എ റാഷണൽ കൺസ്യൂമർ ഓൾവേസ് ചൂസസ് ഹർ മോസ്റ്റ് പ്രിഫേർഡ് ബണ്ടിൽ ഫ്രം ദ ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റിൽ നിന്ന് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള ബണ്ടിൽ മാത്രമേ ആര് സെലക്ട് ചെയ്യുകയുള്ളൂ? ഒരു റാഷണൽ കൺസ്യൂമർ സെലക്ട് ചെയ്യുകയുള്ളൂ. അതാണ് കൺസ്യൂമർ യുക്തിയുള്ളയാളാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ബണ്ടിൽ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. നമ്മളാണെങ്കിലും മാർക്കറ്റിൽ പോയാൽ ഏറ്റവും ഇഷ്ടമുള്ള ബണ്ടിൽ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ, അല്ലേ? എ കൺസ്യൂമർ ഈസ് എ റാഷണൽ ഇൻഡിവിജ്വൽ. എ റാഷണൽ കൺസ്യൂമർ ഓൾവേസ് ചൂസസ് ഹർ മോസ്റ്റ് പ്രിഫേർഡ് ബണ്ടിൽ ഫ്രം ദ ബജറ്റ് സെറ്റ്. നമുക്കറിയാം, എ ബജറ്റ് സെറ്റ് ഡിസ്ക്രൈബ്സ് ഓൾ ബണ്ടിൽസ് ദാറ്റ് ആർ അവൈലബിൾ ടു ദ കൺസ്യൂമർ, അല്ലേ? ബജറ്റ് സെറ്റിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? ബജറ്റ് സെറ്റിൽ എന്താണ് ലഭ്യമായിട്ടുള്ളത്? കൺസ്യൂമർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ ബണ്ടിലുകളെയും കൂടിയാണ് നമ്മൾ ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ബജറ്റ് സെറ്റിൽ ലഭ്യമായിട്ടുള്ളത് കൺസ്യൂമർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ എല്ലാ ബണ്ടിലുകളുമാണ്. കൺസ്യൂമറുടെ വരുമാനവും സാധനത്തിന്റെ വിലയും അനുസരിച്ച് കൺസ്യൂമർക്ക് ലഭ്യമായിട്ടുള്ള ബണ്ടിലുകളെല്ലാം കൂടി ചേരുന്നതാണ് കൺസ്യൂമറുടെ ബജറ്റ് സെറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബജറ്റ് സെറ്റ് റെപ്രസെന്റ്സ് ഓൾ ബണ്ടിൽസ് ദാറ്റ് ആർ അവൈലബിൾ ടു ദ കൺസ്യൂമർ. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ആൻ ഇൻഡിഫറൻസ് മാപ്പ് റെപ്രസെന്റ്സ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ഓവർ ദ അവൈലബിൾ ബണ്ടിൽസ്. ലഭ്യമായിട്ടുള്ള ബണ്ടിൽസിൽ വെച്ച് കൺസ്യൂമറുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ്, കൺസ്യൂമറുടെ പ്രിഫറൻസസ് എന്താണ് എന്ന് കാണിക്കുന്നതാണ് ഇൻഡിഫറൻസ് മാപ്പ്, അല്ലെ? ഹിയർ ദ റാഷണൽ കൺസ്യൂമേഴ്സ് പ്രോബ്ലം ഈസ് ടു മൂവ് ഓൺ ടു ദ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ് ഗിവൺ ഹർ ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റ് തന്നിട്ടുണ്ട്, ബജറ്റ് സെറ്റ് അറിയാമെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു യുക്തിമാനായ കൺസ്യൂമറുടെ പ്രശ്നം. യുക്തിസഹമായ ഒരു തീരുമാനം എടുക്കേണ്ട ആളാണ് കൺസ്യൂമർ. അങ്ങനെ യുക്തിസഹമായ തീരുമാനം എടുക്കുമ്പോൾ എങ്ങനെയുള്ള തീരുമാനമായിരിക്കും കൺസ്യൂമർ എടുക്കുക? ഹൗ ടു റീച്ച് ദ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ്. ദ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം ബണ്ടിൽ ഈസ് ദ ചോയ്സ് ഷീ മേക്സ് ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ കൺസ്യൂമർ തിരഞ്ഞെടുക്കുന്ന ബണ്ടിലാണ് കൺസ്യൂമറുടെ ഒപ്റ്റിമം ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ അതാണ്. ഇൻഡിഫറൻസ് കർവ് ഉണ്ട്, ഇൻഡിഫറൻസ് മാപ്പ് ഉണ്ട്, ബജറ്റ് സെറ്റ് ഉണ്ട്. ബജറ്റ് സെറ്റ് കൺസ്യൂമറുടെ അവൈലബിൾ ആയിട്ടുള്ള ബണ്ടിൽസിനെ കാണിക്കുന്നു. ഇൻഡിഫറൻസ് മാപ്പ് കൺസ്യൂമറുടെ പ്രിഫറൻസസിനെ കാണിക്കുന്നു. അവൈലബിൾ ആയിട്ടുള്ള ബണ്ടിൽസിൽ ഏറ്റവും കൂടിയ പ്രിഫറൻസ് ഉള്ള ബണ്ടിൽ തിരഞ്ഞെടുക്കുന്നതാണ് ഒപ്റ്റിമം ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ. The optimum point would be located on the budget line. Optimum point എവിടെയായിരിക്കും? It will definitely be on the budget line. അല്ലേ? ബജറ്റ് ലൈനിന്റെ താഴെയാകാനും പറ്റില്ല. He cannot go beyond the budget line. അതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. A point below the budget line cannot be the consumer's optimum. എന്തുകൊണ്ടാണ് ബജറ്റ് ലൈന് താഴെയുള്ള ഒരു പോയിന്റ് കൺസ്യൂമറുടെ ഒപ്റ്റിമം ആകാൻ കഴിയാത്തത്? If the consumer's preferences are monotonic for any point below the budget line, there is some point on the budget line that contains more of at least one of the goods and no less of the other as compared to the other bundle. മറ്റു ബണ്ടിലുകളെ അപേക്ഷിച്ച് കൺസ്യൂമർ തിരഞ്ഞെടുക്കുന്ന ബണ്ടിലിൽ ഒരു സാധനത്തിന്റെ ഒരു യൂണിറ്റ് എങ്കിലും കൂടുതൽ ഉണ്ടാവും മറ്റേ ബണ്ടിലിനെ അപേക്ഷിച്ച്. If the consumer's preferences are monotonic, കൺസ്യൂമറുടെ പ്രിഫറൻസസ് മൊണോട്ടണിക് രീതിയിലുള്ളതാണെങ്കിൽ കൺസ്യൂമർ തിരഞ്ഞെടുക്കുന്ന ബണ്ടിലിൽ മറ്റു ബണ്ടിലുകളെ അപേക്ഷിച്ച് ഒരു സാധനത്തിന്റെ ഒരു യൂണിറ്റ് എങ്കിലും കൂടുതൽ ഉണ്ടാവും. Therefore, points on a budget line are preferred by the consumer. Points above the budget line are not available to the consumer. കൺസ്യൂമറിന്
ബജറ്റ് ലൈനിന് മുകളിലുള്ള ബണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും അത് പറ്റില്ല. ദോസ് ബണ്ടിൽസ് ആർ നോട്ട് അവൈലബിൾ ടു ദ കൺസ്യൂമർ. ബജറ്റ് സെറ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ദർ ആർ ബണ്ടിൽസ് ദാറ്റ് ആർ നോട്ട് അവൈലബിൾ ടു ദ കൺസ്യൂമർ, അല്ലെ? 4, 5, 5, 6 എന്നൊക്കെ പറയുന്ന ബണ്ടിൽസ് നമ്മുടെ എക്സാമ്പിളിലെ ഇൻകം വെച്ചിട്ട് കൺസ്യൂമറിന് അവൈലബിൾ ആയിരുന്ന ബണ്ടിൽസ് അല്ല, അല്ലെ? അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും കൺസ്യൂമറുടെ ഒപ്റ്റിമം ബണ്ടിൽ, അല്ലെങ്കിൽ ഏതായിരിക്കും കൺസ്യൂമറുടെ ഒപ്റ്റിമം ബണ്ടിൽ? കൺസ്യൂമറുടെ ഒപ്റ്റിമം ബണ്ടിൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? ദ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം ബണ്ടിൽ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി ഓഫ് ദ ബജറ്റ് ലൈൻ വിത്ത് ആൻ ഇൻഡിഫറൻസ് കർവ്. അവിടെയായിരിക്കും കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം. എവിടെയാണ്? അറ്റ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി ഓഫ് എ ബജറ്റ് ലൈൻ വിത്ത് ആൻ ഇൻഡിഫറൻസ് കർവ്. ബജറ്റ് ലൈനുമായിട്ട് ഒരു ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ആകുന്ന പോയിന്റ്. ടാൻജന്റ് ആകുക എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ടച്ച് ചെയ്ത് പോവുക. ബജറ്റ് ലൈനിലേക്ക് ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന ആ ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കും കൺസ്യൂമറുടെ ഒപ്റ്റിമം ബണ്ടിൽ. ഈ ഒപ്റ്റിമം ബണ്ടിൽ ഡിസൈഡ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റ് ഓഫ് ടാൻജൻസി, അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ആ പോയിന്റിന്റെ പ്രത്യേകതയാണ് ഇക്വാലിറ്റി ഓഫ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ റേഷ്യോ ഓഫ് പ്രൈസസ്. ആ പോയിന്റിലെ പ്രത്യേകത ഏതാ? അവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും റേഷ്യോ ഓഫ് പ്രൈസസും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. അറ്റ് ഒപ്റ്റിമം ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്, അതിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് പ്രൈസ് റേഷ്യോ, ദ പ്രൈസ് റേഷ്യോ ആർ ദ സെയിം. അറ്റ് ഒപ്റ്റിമം ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്, അല്ലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആൻഡ് ദാറ്റ് ഓഫ് ദ ബജറ്റ് ലൈൻ, അതായത് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈസ് റേഷ്യോ, ആർ ദ സെയിം. അതായത് MRS ആൻഡ് പ്രൈസ് റേഷ്യോ ആർ ദ സെയിം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും പ്രൈസ് റേഷ്യോയും ഒപ്റ്റിമം പോയിന്റിൽ ഈക്വൽ ആയിരിക്കും. ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഷോസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വൺ ഗുഡ് ഫോർ ദ അതർ. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് കാണിക്കുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് കാണിക്കുന്നത്? ഒരു സാധനത്തിന് പകരം മറ്റേ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൺസ്യൂമർ തയ്യാറാകുന്ന റേറ്റ് ആണ് ഏത് കാണിക്കുന്നത്? സ്ലോപ്പ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്. The slope of an indifference curve shows the rate at which the consumer is willing to substitute one good for the other. ഒരു സാധനത്തിന് പകരം മറ്റേ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൺസ്യൂമർ തയ്യാറാകുന്ന റേറ്റ് കാണിക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്, അതിന്റെ സ്ലോപ്പ്. അതേപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ ഷോസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ ഈസ് ഏബിൾ ടു സബ്സ്റ്റിറ്റ്യൂട്ട് വൺ ഗുഡ് ഫോർ ദ അതർ ഇൻ ദ മാർക്കറ്റ്. ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് കാണിക്കുന്നത് എന്താണ്? കൺസ്യൂമറുടെ എബിലിറ്റിയാണ്. ഏത് റേറ്റിൽ ഒരു സാധനത്തിന് പകരം മറ്റേ സാധനത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൺസ്യൂമർക്ക് കഴിയും, അതാണ് പ്രൈസ് റേഷ്യോ കാണിക്കുന്നത്. കൺസ്യൂമറുടെ എബിലിറ്റിയും വില്ലിംഗ്നെസ്സും സെയിം ആകുന്ന പോയിന്റ് ആണ് കൺസ്യൂമറുടെ ഒപ്റ്റിമം ബണ്ടിൽ ചൂസ് ചെയ്യുന്ന പോയിന്റ്. ദ ഫോളോയിങ് ഫിഗർ ഇലസ്ട്രേറ്റ്സ് കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം. കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം കാണിക്കുന്ന ഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കാം, ഫിഗർ നമുക്കൊന്ന് വരയ്ക്കാം. നമുക്കറിയാം, വെർട്ടിക്കൽ ആക്സിസ് വരയ്ക്കുന്നു, ഹൊറിസോണ്ടൽ ആക്സിസ് വരയ്ക്കുന്നു. വെർട്ടിക്കൽ ആക്സിസിൽ ഗുഡ് 2 അല്ലെങ്കിൽ മാംഗോസ്, ഹൊറിസോണ്ടൽ ആക്സിസിൽ ഗുഡ് 1 അല്ലെങ്കിൽ ബനാനാസ് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ബജറ്റ് ലൈൻ വരയ്ക്കുന്നു. അതേപോലെ തന്നെ അതിന് സ്ലാൻഡിങ് ആയിട്ട് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നു. അതിന്റെ മേളിൽ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നു, താഴെ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കും. അങ്ങനെ ടോട്ടൽ 3 ഇൻഡിഫറൻസ് കർവുകളാണ് വരച്ചിരിക്കുന്നത്. IC1, IC2, IC3. Given the budget set of the consumer, the indifference curve just touching the budget line is the highest possible indifference curve. IC1ഉം IC2ഉം IC3യും ഉണ്ടെങ്കിലും ഏത് ഇൻഡിഫറൻസ് കർവ് ആണ് കൺസ്യൂമറിന് അറ്റൈനബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ്? It is that indifference curve which is tangent to the budget line. Bundles on the indifference curves above this IC1 are not attainable, are not affordable to the consumer. Indifference curves below this indifference curve is inferior.
x1 star x2 star is the consumers optimum bundle. അതുകൊണ്ട് ഏത് ബണ്ടിലാണ് കൺസ്യൂമറുടെ ഒപ്റ്റിമം ബണ്ടിൽ എന്ന് പറയുന്നത്? ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ടാൻജന്റ് ആകുന്ന പോയിന്റിലുള്ള ബണ്ടിൽ x1 star x2 star. That is the optimum bundle. Hence x1 star x2 star is the consumer's optimum bundle.